നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലമ്പുഴയിലെ UDF സ്ഥാനാർത്ഥി A. സുരേഷുമായി ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവർ കൂടിക്കാഴ്ച നടത്തിയതെന്തിന്? CPM വിട്ട എല്ലാ നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ ഭാഗമായാണ് A. സുരേഷിനെയും കണ്ടതെന്ന് PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങളോട് പറഞ്ഞതിന് അപ്പുറമാണ് കാര്യങ്ങൾ. CPMൽ നിന്ന് വിട്ടുപോയവരുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകാൻ ശ്രമിക്കുമെന്നും അൻവർ പറഞ്ഞു. അതിന്റെ രൂപം UDF നേതൃത്വവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ കഴിയുന്ന നിരവധി പേരുകളുണ്ട്. മുതിർന്ന നേതാക്കളായ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും തനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM വിട്ടുവന്നവരാരും ലാഭക്കച്ചവടക്കാരല്ല, വമ്പൻ നഷ്ടം സഹിച്ചു വന്നവരാണ്. സ്വാഭാവികമായ ഒരു ഇടതു രാഷ്ട്രീയം ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കൂട്ടായ്മ ഇവിടെ വേണം. ഒറ്റപ്പെട്ട ആരും ആക്രമണത്തിന് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. UDF നേതൃത്വവുമായി ആലോചിച്ച് ഈ പ്ലാറ്റ്ഫോമിന് രൂപം നൽകുമെന്ന് PV അൻവർ പറഞ്ഞു. PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ശരിയായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ വ്യക്തമാകുമെന്നും A. സുരേഷ് പറഞ്ഞു. PV അൻവർ ഉയർത്തിയ രാഷ്ട്രീയം ജനം ഏറ്റെടുത്തു. അൻവറുമായി ദീർഘകാലത്തെ സൗഹൃദമുണ്ടെന്നും സുരേഷ് പറഞ്ഞു. നിലവിൽ ഇടത് രാഷ്ട്രീയം ഏറ്റവും ഭംഗിയായി കൈകാര്യം ചെയ്യുന്നത് UDF ആണെന്നും A. സുരേഷ് പറഞ്ഞു. അതായത് പഴയ VS ഗ്രൂപ്പ് പുനർജനിക്കുന്നുവെന്നാണ് അർത്ഥം. G. സുധാകരനും TK ഗോവിന്ദനും അൻവറും A. സുരേഷും കുഞ്ഞികൃഷ്ണനും KK രമയും ജയിക്കാൻ ഇടതുമുന്നണി വിട്ടവരുടെ കൂട്ടായ്മ 2 മന്ത്രിസ്ഥാനങ്ങളെങ്കിലും ചോദിക്കും. മന്ത്രിസ്ഥാനം 1 ആയാലും 2 ആയാലും പിണറായിക്കെതിരെ ഇവർ പ്രതികാരത്തിന്റെ വാളോകും. പിണറായിക്കെതിരെ കോൺഗ്രസ് മൃദു സമീപനം തുടർന്നാലും ഇവർ അദ്ദേഹത്തെ വെറുതെ വിടില്ല. ഊരാളുകൾ ഉൾപ്പെടെ സർക്കാർ പണം ചിലവഴിച്ച് CPM കെട്ടിപ്പടുത്ത എല്ലാ അഴിമതി സൗധങ്ങളും അന്വേഷിച്ചെന്നിരിക്കും. കാരണം അൻവറിന്റെ പ്രതികാരത്തിന് കാരിരുമ്പിന്റെ ശക്തി ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം അണിനിരത്തി CPMലെ പിണറായി രോഗം ഇല്ലാതാക്കാനാണ് അൻവറിന്റെ നീക്കം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പഴയ PV അൻവറിനെയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അസ്തമന കടലിലേക്ക് തള്ളിയിടുന്ന അസ്തമന സൂര്യനായ പിണറായി വിജയനെ നശിപ്പിച്ച് VS എന്ന ഉദയ സൂര്യന്റെ പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്ന പുതിയ അൻവറിനെയാണ് കേരളം കാണാൻ പോകുന്നത്. ലാവ്ലിൻ കേസിൽ ഉൾപ്പെടെ നിയമ പോരാട്ടം തുടങ്ങാനാണ് അൻവറിന്റെ തീരുമാനം. പാർട്ടിയെ ഒറ്റുകൊടുത്തവനാണ് പിണറായിയെ എന്ന് അൻവർ ഉറക്കെ വിളിച്ചു പറയും. ആ സിംഹഗർജനത്തിന് പിന്നാലെ മാർക്സിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു നദിയായി തീരുമെന്നാണ് അൻവർ കരുതുന്നത്. ADGP അജിത് കുമാറിനും പിണറായിക്കുമെതിരെ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുന്ന CPI അൻവറിനൊപ്പം നിൽക്കുമെന്നാണ് വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. പാർട്ടിയിൽ വെറുപ്പിന്റെ മഞ്ഞുമലയ്ക്ക് പകരം സ്നേഹത്തിന്റെ കുളിർമഴ പെയ്യിക്കാനാണ് അൻവർ ഒരുങ്ങുന്നത്. KK രമ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അൻവർ ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥ CPM താനാണെന്ന് തെളിയിക്കാനാണ് അൻവർ നീങ്ങുന്നത്. VSന്റെ പഴയ സഹപ്രവർത്തകരുമായി അൻവർ ആശയവിനിമയം നടത്തി കഴിഞ്ഞു. ഇതിന്റെ ആദ്യ സൂചന എന്നോണം പഴയ VS പോരാളിയും ജനശക്തി സ്ഥാപകരുമായ G. ശക്തിധരൻ അൻവറിനെ പ്രകീർത്തിച്ച് രംഗത്തെത്തി. കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് PV അൻവർ കരുതുന്നുവെങ്കിൽ അത് എത്ര മൗഢ്യമാണെന്ന് ചോദിച്ചുകൊണ്ടാണ് ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ടത്. അത് ഇപ്രകാരമാണ്: ഇപ്പോൾ അൻവർ സൃഷ്ടിച്ച ഭൂകമ്പം നിർവീര്യമാക്കാൻ CPMന് അധികം സമയം വേണ്ട. ഇന്നലെ തെരുവിൽ തച്ചുടുത്തിറങ്ങിയ സ്ത്രീകളെ എത്ര വേണമെങ്കിലും അവർക്ക് കിട്ടും. കൈയും കാലും വെട്ടുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഒരു സ്ത്രീയെ ചെയ്യാൻ അറയ്ക്കുന്നത് കാട്ടണമെന്ന് പറഞ്ഞാലും അവർ അനുസരിക്കും. അത് കണ്ടു നിൽക്കുന്ന നമുക്കാണ് അതിൽ വിസ്മയം. നന്ദിഗ്രാമിലും സിൻകൂറിലും ഇത് തന്നെ സംഭവിച്ചപ്പോഴും ആർക്കും ഒരു വിസ്മയം ഉണ്ടായില്ല. പക്ഷെ അവർ പാർട്ടി സ്ഥാനാർത്ഥികളെ ഒന്നടങ്കം സംഭൂച്യരാക്കി ആദരിച്ച് കാണിച്ചു കൊടുത്തു. അവിടങ്ങളിൽ കിട്ടിയ പരിശീലനമാകും വെട്ടിയിട്ട കൈകൾ. ഇതാ എന്ന മട്ടിൽ നിലമ്പൂരിൽ ഇന്നലെ പെണ്ണുങ്ങൾ നടത്തിയ പേക്കൂത്ത്. അതുകൊണ്ട് ലോകം ഈ രാക്ഷസ കൂട്ടത്തെ എങ്ങനെ പൊറുക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും. കേരളം എന്താ ഫാസിസത്തിന് കീഴിലാണോ? ഇത് നൽകുന്ന സന്ദേശം എന്താണ്? തലയ്ക്ക് വെളിവുള്ള ഒരുത്തനും ഈ പാർട്ടിയിൽ ഇല്ലാതായോ? ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ PV അൻവർ മാത്രം വിചാരിച്ചാൽ ഈ ഭ്രാന്ത് തളയ്ക്കാൻ പറ്റില്ല. അൻവറാണ് ശരിയെന്നും പറയാനുമാകില്ല. തുണി ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറയ്ക്കാത്ത മംഗമാരുടെ ആ കലിപ്പുണ്ടല്ലോ, അതിനെ ഭയപ്പെടണം. എവിടെ എത്തി നമ്മുടെ നാട് സഹോദരിമാരെ? ഒരു വശത്ത് കപടതയുടെ പെരും തച്ചന്മാർ ജനങ്ങളുടെ ഒപ്പം കൂടി പ്രീണിപ്പിച്ച് വശത്താക്കി സമ്പത്ത് മുഴുവൻ ഏതാനും കുടുംബങ്ങൾ ഊറ്റുകുടിച്ച് മതിച്ചു പുളയ്ക്കുന്നു. മറുവശത്ത് പോർക്കളങ്ങളിൽ ഹോമിക്കപ്പെട്ടവരുടെ രണഭൂമികളിൽ ഇനിയും ഒരു തരിയെങ്കിലും കനൽ ബാക്കിയുണ്ടല്ലോ എന്ന പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നവർ. അതിൽ ആരുടെ കൂടിയാണ് PV അൻവർ? അതാണ് ആദ്യം അറിയേണ്ടത്.
ദേശീയ സ്വതന്ത്ര പ്രസ്ഥാനത്തിലെ യഥാർത്ഥ നായകർ തിരോഭവിച്ചതോടെ കബളിപ്പിക്കപ്പെട്ട ജനത അധിവസിക്കുന്ന ശപിക്കപ്പെട്ട പ്രദേശമായി കേരളം മാറിയോ? ജനങ്ങളുടെ ആവേശത്തിമിർപ്പിൽ VS അച്യുതാനന്ദൻ വാർദ്ധക്യം കൂസാതെ തുടങ്ങിവെച്ച ഉജ്ജ്വല പോരാട്ടം അനാഥമായി മൂന്നാറിന്റെ മലയിടുക്കിൽ എവിടെയോ മുന്നോട്ടു പോകാനാകാതെ സ്തംഭിച്ചു നിൽക്കുകയാണോ? അതിലേക്ക് വഴി തെളിയിച്ച പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയും വഴി തെറ്റിക്കുകയും ചെയ്തവർ ഇപ്പോൾ പെരുവഴിയിൽ കാലും കൈയും ഇട്ടടിച്ച് വിലപിക്കുന്നത് കാവ്യനീതിയായിരിക്കാം. അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ അൻവർ? എന്തിനാണ് VSനോടും ഈ നാടിനോടും ഈ ചതി ചെയ്തതെന്നതിന് ഉത്തരമുണ്ടോ? അൻവറിനെ തെറ്റിദ്ധരുത്താനും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കാനും പറ്റിയ സന്ദർഭമാണിത്. VS ഇപ്പോൾ ശരീരം കൊണ്ട് ഒപ്പം നിൽക്കാനാകില്ലെങ്കിലും ആ പ്രകാശഗോപുരം ഇനിയും അണഞ്ഞിട്ടില്ല. VSന് സമാനമാണെന്ന് പറയാനാകില്ലെങ്കിലും അതിലെ തരിയും ഈ തരിയും ചേർന്നാൽ വലിയൊരു കനലാകുമെന്നതിൽ തർക്കമില്ല. കളങ്കിതനായ അൻവറിനെയും VSനെയും എങ്ങനെ കൂട്ടിക്കെട്ടുമെന്ന ഒരു മുട്ടാപ്പോക്ക് ചോദ്യമുയരാം. പരിശുദ്ധരുടെ ജാതകം മാത്രം വെച്ച ഒരു വിപ്ലവം ഉണ്ടായിട്ടില്ല സഖാക്കളെ, ഗാന്ധിജിക്ക് പോലും. ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യം നിറവേറ്റലാണ് വിപ്ലവം. പല രാജ്യങ്ങളിലെ ഈ വിപ്ലവത്തിൻ്റെ പോർമുഖങ്ങളിൽ അശരണരായ വിഭാഗങ്ങളെ അന്തർധാരകളായി കാണാം. ചിലപ്പോൾ ചുവന്ന തെരുവുകളിൽ നിന്നുള്ളവരുടെ അടക്കം പ്രവാഹമുണ്ടാകാം അതിൽ. VS അച്യുതാനന്ദൻ ഇപ്പോഴും മലയിറങ്ങിയ മൂന്നാറിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ബക്കറ്റുമില്ല, അതിൽ വെള്ളവുമില്ല. ശംഖുമുഖം തിരമ്പിക്കൊണ്ടിരുന്ന കടലിനെ വറ്റിച്ച് വെടിപ്പാക്കിയെന്ന് അവകാശപ്പെട്ടുന്ന കപട വിപ്ലവകാരികളോട് ആ ഉമ്മാക്കി പുല്ലാണെന്നാണ് അൻവർ പറയേണ്ടത്. അതാണ് അൻവർ പ്രഖ്യാപിക്കേണ്ടത്. അതിനു മുമ്പ് പലതും ത്യജിക്കേണ്ടി വരും, പലതും തിരുത്തേണ്ടിയും വരും. ആ നെഞ്ചുവിരിച്ചുള്ള നിൽപ്പുണ്ടല്ലോ അൻവറെ, അതൊരു രാജയോഗമായാലോ? അവിടെയാണോ അൻവറുടെ സിംഹാസനം? കളിക്കുമ്പോൾ കുഴിയാനയോടല്ല കൊലകൊല്ലിയോട് തന്നെ വേണം കളിക്കാൻ. നിലമ്പൂരിലെ പടയാളികൾ ഒന്ന് ആഞ്ഞുമുട്ടിയാൽ പൂഞ്ഞാറിലെ മിത്ര നമ്പൂതിരി എന്ന അഭ്യാസിയായ കുറിയ ജ്യോതിഷ്യാചാര്യൻ സ്വന്തം വെങ്കല ശരീരത്തിന്മേൽ ഇടിച്ചു കാണിക്കുമ്പോൾ കേൾക്കുന്ന അസാധാരണ ഗർജനം ശബ്ദം അൻവറുടെ കർണപുടത്തെ വിജൃംഭിപ്പിക്കും. അതിശക്തമായ ഭാഷയിലാണ് ശക്തിധരൻ അൻവറിനെ സ്വാഗതം ചെയ്യുന്നത്. സമൂഹ മാധ്യമ കുറിപ്പിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത്. അൻവറിനെ ശക്തി സ്വാഗതം ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ കേരളം നെഞ്ചുവിരിച്ചു ചിരിച്ചു. അൻവറോ എന്ന് പറഞ്ഞവരൊക്കെ പരിശുദ്ധരുടെ ജാതകം മാത്രം വെച്ചൊരു വിപ്ലവവും മാത്രം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലെന്ന ശക്തിധരന്റെ ഒറ്റ വരിയിൽ വീണു. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന UDFനെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അണിനിരക്കുമെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. RMPയും അൻവറിന്റെ VS ജനപക്ഷവുമൊക്കെ കോൺഗ്രസിന് കരുത്തായി മാറും. എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്, അത് കളങ്കിതനായ പിണറായി വിജയനെ നിരായുധനാക്കുക എന്നത് മാത്രമാണ്. കൂത്തുപറമ്പ് രക്തസാക്ഷിയായ പുഷ്പൻ പോലും സമാധാനത്തോടെയെല്ലാം മരിച്ചതെന്ന് കരുതുന്നവരാണ് യഥാർത്ഥ CPMകാർ. പുഷ്പൻ മരണക്കിടക്കയിലേക്ക് വീഴുമ്പോൾ ആ സഖാവിനെ കിടക്കയിലേക്ക് തള്ളിയിട്ട MV രാഘവന്റെ മകൻ MV നികേഷ് കുമാർ പിണറായിയുടെ വാത്സല്യ ശിഷ്യനായ CPMൽ സജീവമായി കഴിഞ്ഞു. അത്തരമൊരു നിർഭാഗ്യകരമായ കാഴ്ചയോടുകൂടിയാണ് പുഷ്പൻ യാത്രയായത്. MM ലോറൻസിന്റെ മൃതദേഹത്തിന് വേണ്ടി പിണറായി മക്കളെ കടിപിടി കൂടിച്ചു. ഇത്തരത്തിൽ ലോറൻസിന്റെ ആത്മാവിന് പോലും ഗതി കിട്ടിയില്ല. ആത്മാക്കളെ പോലും അനാഥമാക്കുന്ന പാർട്ടിയായി CPM മാറിക്കഴിഞ്ഞു. പുഷ്പനും ലോറൻസും ഗതികിട്ട ആത്മാക്കളായി അലയുമ്പോൾ പിണറായിക്കും മോക്ഷം ലഭിക്കില്ല. 2016 VSന് മുന്നിൽ നിർത്തിയതാണ് പിണറായി അധികാരത്തിലെത്തിയത്. എന്നാൽ അധികാരം കിട്ടിയതോടെ VSനെ തഴഞ്ഞു. അദ്ദേഹം രോഗക്കിടക്കയിലായി. ഇതുപോലെയുള്ള VSമാർ CPMൽ കുറവാണ്. കൂടുതൽ VSമാർ ഉണ്ടാകാനാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. ഇല്ലെങ്കിൽ പാർട്ടി ബംഗാളിന് സമാനമാകുമെന്നും അവർ കരുതുന്നു. ഏത് കാലത്തും കർക്കശമായ ചിലവ് വരെ കണക്കൂട്ടലുകൾ സൂക്ഷിക്കുന്ന പാർട്ടിയായിരുന്നു CPM. വിഭാഗീയത കൊടുമ്പിരി കൊണ്ട കാലശേഷമാണ് ഇത് താളം തെറ്റിയത്. മലമ്പുഴ തെരഞ്ഞെടുപ്പ് സമയത്ത് ചെലവ് കഴിഞ്ഞു മിച്ചം വന്ന 28 ലക്ഷം രൂപ AKG സെന്ററിൽ മടങ്ങിയെത്തിയതോടെ VS ഒരു കുറിപ്പോടെ കൊടുത്തയക്കുന്നതിനെ കുറിച്ച് പത്രപ്രവർത്തകനായ G ശക്തിധരൻ എഴുതിയിട്ടുണ്ട്. ശക്തിധരൻ തുടർന്നു. 2 ലക്ഷം രൂപയുടെ ചെക്ക് പുസ്തകത്തിന് റോയൽറ്റിയായ പുസ്തക പബ്ലിഷറിൽ നിന്നും കിട്ടിയപ്പോൾ അതേപടി കത്തെഴുതി AKG സെന്ററിൽ കൊടുത്തയക്കുന്നതും കണ്ടിട്ടുണ്ട്. അതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിതം. അതുകൊണ്ടാണ് VS ആയത്. വീട്ടിൽ കോടീശ്വരനായ ഒരു അതിഥി വന്നാൽ സ്വന്തം കുടുംബത്തെ എവിടെ നിർത്തണമെന്ന് VSന് അറിയാമായിരുന്നു. VS ഒരിക്കലും അത്തരക്കാരെ പോലീസിനെ സ്വാധീനിച്ച് വീട്ടിലെത്തിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ തന്നെ ഇപ്പോഴും നിഴൽ പോലെ പിന്തുടരുന്നതായി പിണറായി വിജയൻ കരുതുന്നു. VS മരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ
പ്രവർത്തകർ ഇന്നും സജീവമാണ്. KM ഷാജഹാന് ശേഷമാണ് ശക്തിധരൻ പിണറായിക്കെതിരെ രംഗത്ത് വരുന്നത്. ശക്തിധരന്റെ വാക്കുകൾക്ക് കാരിരുമ്പിന്റെ ശക്തിയാണ്. ശക്തിധരനെ കേരളം കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്ന സംശയം പിണറായിക്കറിയാം. ഇത് മറികടക്കുക എളുപ്പമല്ലെന്നും പിണറായി വിശ്വസിക്കുന്നു. ഈ കൂട്ടത്തിലേക്കാണ് അൻവറും കടന്നു വരുന്നത്. അൻവറിനുള്ള സാമ്പത്തിക ശേഷി കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുമെന്നും VS പക്ഷം കരുതുന്നു. ഇവർക്കെല്ലാം ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്, അത് പിണറായിയാണ്. അൻവറിലൂടെ ഉദകക്രിയ ചെയ്യുകയാണ് ലക്ഷ്യം. G സുധാകരനെ പോലുള്ളവർ പിണറായിയെ വരച്ച വരയിൽ നിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.